നമസ്കാരം. അറേബ്യ ദിസ് വീക്കിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു സമാധാന കരാറിന് വേണ്ടി ലോകം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 100 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വാഗ്വാദങ്ങൾ, വെല്ലുവിളികൾ, ആശങ്ക, അതിനപ്പുറം ആക്രമണം, ഇതൊക്കെയാണ് കഴിഞ്ഞ കുറേ നാളുകളായി പശ്ചിമേഷ്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാകും ഒരു സമാധാന കരാറിൽ അമേരിക്കയും ഇറാനും ഒപ്പുവയ്ക്കുക? ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞയാഴ്ചയും കാര്യമായ ആക്രമണം തന്നെ നടന്നു. ഫെബ്രുവരി 28 തുടങ്ങിയ സംഘർഷം കണക്ക് കൃത്യമായി പറഞ്ഞാൽ 3 മാസവും 13 ദിവസവും പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിലുണ്ടായ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമാണ്. അക്കൂട്ടത്തിലേക്കാണ് കഴിഞ്ഞയാഴ്ച കുവൈറ്റ് എയർപോർട്ടിലേക്ക് നടന്ന ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ചേർത്തുവെക്കപ്പെടുന്നത്. ഓരോ ഗൾഫ് രാജ്യങ്ങളിലേക്കുമുണ്ടായ ആക്രമണത്തിൻ്റെ കണക്കെടുത്താൽ ഇത്രയും ഭീകരമായ വ്യാപ്തിയുള്ള ഒരാക്രമണം ഉണ്ടായിട്ടേയില്ല. ജനനിബിഡമായ എയർപോർട്ടിൽ ഏറ്റവും പ്രധാന സമയത്ത് പ്രധാനപ്പെട്ട ടെർമിനലിലേക്ക് ഡ്രോൺ ഇടിച്ചിറങ്ങുകയായിരുന്നു. അന്ന് രാത്രി കുവൈറ്റിലേക്ക് ആക്രമണം നടന്നിരുന്നു. ബഹ്റൈനിലും അപായ സൈറൺ മുഴങ്ങി. വരാനിരിക്കുന്നതിൻ്റെ ടെസ്റ്റ് ഡോസ് ആകും ഇതെന്ന് ആരും കരുതിയിരുന്നില്ല. ഇന്ത്യൻ സമയം 11 മണിയോടെ ആക്രമണമുണ്ടായി. വലിയ തീപിടുത്തവും. ജീവനും കയ്യിൽ പിടിച്ച് യാത്രക്കാരും എയർപോർട്ട് ജീവനക്കാരും മറ്റും എങ്ങോട്ടെന്നില്ലാതെ ഓടി. ആക്രമണത്തിൻ്റെ ഭീകരതയും വ്യാപ്തിയും മനസ്സിലാക്കാൻ ഈ ദൃശ്യങ്ങൾ തന്നെ ധാരാളം. 65ഓളം പേർക്കാണ് പരിക്കേറ്റത്. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദ് റഹ്മാനാണ് ജീവൻ നഷ്ടമായത്. 55കാരനായ ഇദ്ദേഹം കുവൈറ്റിൽ നിന്ന് ബഹ്റൈൻ വഴി മുംബൈയിലേക്ക് പോകുന്ന GF-214 ഗൾഫ് എയർ വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു. നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി ടെർമിനൽ 1-ൽ യാത്രാ നടപടികളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ആക്രമണത്തിൽ നിന്ന് പതിച്ച മിസൈൽ അവശിഷ്ടങ്ങൾ ശരീരത്ത് തുളച്ചു കയറുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജൂൺ 1 മുതൽ ടെർമിനൽ 1 വഴി വിദേശ വിമാന കമ്പനികൾ സർവീസുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് മെയ് 30-നാണ് മൻസൂർ അഹമ്മദ് റഹ്മാൻ യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്നാൽ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിരുന്ന അദ്ദേഹത്തെ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ ദുരന്തമായിരുന്നു. ഇന്ത്യൻ എംബസിയും കുവൈറ്റ് സർക്കാരും ഇടപെട്ട് അബ്ദുറഹ്മാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. പരിക്കേറ്റവരിൽ 12 ഇന്ത്യക്കാരുണ്ട്, 3 മലയാളികളും. കുവൈറ്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഭീകരാക്രമണമെന്നാണ് കുവൈറ്റ് ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. മാത്രമല്ല
സംഘർഷ സമയത്ത് ഒരാക്രമണത്തിൻ്റെ പൂർണ്ണ ദൃശ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ പുറത്തുവിടുന്നതും ഇതാദ്യമായാണ്. ഇറാന്റെ ആക്രമണത്തിന്റെ വ്യാപ്തി ലോകത്തെ അറിയിക്കലായിരുന്നു കുവൈറ്റിന്റെ ലക്ഷ്യം. ഇറാന്റെ പ്രവർത്തികളെ നീതീകരിക്കാൻ കഴിയില്ല എന്ന് സന്ദേശം നൽകുക, ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇറാനെതിരെ ശക്തമായ എതിർപ്പുയർത്തുക. 17 ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളാണ് ഈ ഒറ്റ ദിവസം കുവൈറ്റ് നേരിട്ടത്. ബഹ്റൈൻ കേന്ദ്രീകരിച്ചും അന്ന് ഇറാൻ ആക്രമണമുണ്ടായിരുന്നു. 3 മിസൈലുകൾ നേരിട്ടതായി ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ ആഴ്ചയും കുവൈറ്റും ബഹ്റൈനും പലതവണ ആക്രമിക്കപ്പെട്ടു. കുവൈറ്റിന് വ്യോമാതിർത്തി അടച്ചിടേണ്ടി വന്നു. ബഹ്റൈനിൽ ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം. 11 വയസ്സുള്ള പെൺകുട്ടിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. നിരവധി വീടുകൾ തകർന്നു. കാറുകൾക്കും തീപിടിച്ചു. ഒമാൻ തീരത്തിന് സമീപം അമേരിക്ക കപ്പലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ നാവികരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. ദാരുണമായ സംഭവമാണെന്ന് മന്ത്രി ഇക്കാര്യത്തിൽ പ്രതികരണവും നടത്തി. കപ്പലിൽ 28 ജീവനക്കാരുണ്ടായിരുന്നുവെന്നും അവരിൽ 24 പേർ ഇന്ത്യക്കാരാണെന്നുമാണ് റിപ്പോർട്ടുകൾ. ഒമാനി തുറമുഖമായ സോഹാറിൽ നിന്ന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ വടക്കുകിഴക്കായി സഞ്ചരിക്കുമ്പോഴാണ് ആക്രമണത്തെക്കുറിച്ച് സന്ദേശമയച്ചത്. MT സെറ്റബെല്ലോ എന്ന കപ്പലാണ് അമേരിക്കൻ സേനയുടെ ആക്രമണത്തിനിരയായത്. തൊട്ടടുത്ത ദിവസവും ഒമാനിൽ ഇന്ത്യൻ നാവികർ അടങ്ങിയ കപ്പൽ ആക്രമണത്തിനിരയായി. ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിൽ അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധമറിയിച്ചു. US എംബസി ഡെപ്യൂട്ടി ചീഫ് ജെയ്സൺ മിക്സിനെയാണ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തിയത്. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് ജെയ്സൺ മിക്സിനെ ഇന്ത്യ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിക്കുന്നത്. സമാധാന കരാറിനെ കുറിച്ചുള്ള വിവരങ്ങളിലും പ്രസ്താവനകളിലും അവകാശവാദങ്ങളിലും ആരെ വിശ്വസിക്കണം എന്നറിയാതിരിക്കുകയാണ് ലോകം. എന്തായാലും അടുത്തുതന്നെ ഇരു രാജ്യങ്ങളും സമാധാന കരാറിലെത്തുമെന്ന് പ്രത്യാശിക്കാം. ടിക്ടോക്കിലുണ്ടായ തർക്കം ഷാർജയിൽ ഒരു മലയാളിയുടെ ജീവൻ എടുത്തിരിക്കുകയാണ്. കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശി, കൊന്നതാകട്ടെ കൊല്ലം സ്വദേശിയും. 2 മലയാളികളെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. മാത്രമേ കാണത്തുള്ളൂ. പേര് ഓക്കെ. എനിക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ മിസ്റ്റർ? എന്റെ താല്പര്യം ഉണ്ടെങ്കിൽ എന്താ, ഇപ്പൊ എനിക്ക് വണ്ടിയില്ല. അപ്പൊ നിനക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണോ? ടാസ്ക് വിളി. പപ്പു പറഞ്ഞ ടാസ്ക് വിളിച്ചു വാ. പപ്പുവിന്റെ കൊണയൊന്നും നീ അടിക്കണ്ട. ടാസ്ക് വിളിക്കാനുള്ള ആംബിയർ ഇല്ല എനിക്ക്. നീ എന്നെ കിട്ടിക്കഴിഞ്ഞാ നീ എന്താ? ടാസ്കിന്റെ പൈസ ഞാൻ കൊടുക്കാം. ഇനി വന്നാ മതി. ലൊക്കേഷൻ ഞാൻ തരാം. വാ. ക്യാമറ ഓണാക്കണ്ട. എനിക്ക് ടാസ്ക് വിളിച്ച് വരാൻ പറ്റോ ഇല്ലയോ? ടിക്ടോക്കിലൂടെയുള്ള ഈ തർക്കമാണ് കണ്ണൂർ പഴയങ്ങാടി സ്വദേശി ഇസ്മായിൽ പൊന്നന്റെ ജീവനെടുത്തത്. തർക്കം വെല്ലുവിളിയായി മാറി. പിന്നീട് തമ്മിൽ കണ്ട് തല്ലിത്തീർക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു. കൊല്ലം സ്വദേശിയുമായിട്ടാണ് ഇസ്മായിൽ പൊന്നൻ തർക്കിച്ചതെന്നാണ് സൂചന. ലൈവിൽ ഇത് കേട്ടിരിക്കാൻ മറ്റു ചിലരുമുണ്ടായിരുന്നു. തർക്കത്തിനൊടുവിൽ ഇരുവരും ഷാർജ അൽനഹദയിലെ റോഡിൽ വെച്ച് കണ്ടു. തർക്കം പിന്നെയും മൂത്തു. അതിന് പിന്നാലെയാണ് ഇസ്മായിൽ പൊന്നന് കുത്തേൽക്കുന്നത്. വൈകാതെ ഇയാൾ മരിച്ചു. ഏത് കൊണയടിക്കാനേ? എന്ത് കൊണയടിക്കാനേ? കാണിക്കൂ. ആ പറടാ. ഒരു മിനിറ്റ് റൂം സിംഗർ ഞാൻ പറയുന്നില്ല. ഒരു മിനിറ്റ് റൂം സിംഗറെ പറയുന്നുണ്ടോ? ഹലോ റൂം സിംഗറെ മ്യൂട്ട് ഓണാക്കി. തീ
മ്യൂട്ട് ഓൺ ആക്കിയതാ, നീ വൈവ് മ്യൂട്ട് ഓഫ് ആക്കിയതാ. അല്ല എന്താ വിഷയം എന്താ എന്റെ വിഷയമൊന്നുമില്ല. വിവരമറിഞ്ഞെത്തിയ ഷാർജ പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. പിന്നാലെ കൊല്ലം സ്വദേശിയെയും ഇയാളുടെ കൂട്ടാളിയെയും അറസ്റ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റതായി പോലീസ് പറയുന്നു. ഇസ്മായിൽ പൊന്നൻ വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്യുന്നയാളാണ്. ഇയാളുടെ സഹോദരനും ദുബായിൽ തന്നെയാണ് കഴിയുന്നത്. ഇന്നെ ഞാൻ കണി കാണിച്ചിട്ടേ ഞാൻ ഇന്നെ വിടൂ. ഇന്നെ ഞാൻ കണി കാണിച്ചിട്ടേ വിടൂ. ഇന്നെ ഞാൻ കണി കാണിച്ചിട്ടേ വിടൂ. ഇന്നെ ഞാൻ കണി കാണിക്കും. ഞാൻ എനിക്ക് ആംബിയർ ഉണ്ടെങ്കിൽ കയറി വാ. ആംബിയർ ഉണ്ടെങ്കിൽ കയറി വാ. നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്ടോക്കിലൂടെയുള്ള വെല്ലുവിളികളും ചാലഞ്ചുകളും ദിനം പ്രതി സകല സീമകളും ലംഘിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ ടിക്ടോക്ക് ലൈവിൽ മലയാളികൾ വെല്ലുവിളി നടത്തിയിരുന്നു. ചലഞ്ചുകൾ ക്രൂരമാണെന്ന് പലരും പറയുന്നു. മുളകുപൊടി വെള്ളം കുടിപ്പിക്കുന്ന സംഭവം പോലും ഉണ്ടായതായി ആക്ഷേപമുണ്ട്. UAE-യിലെ മലയാളി സമൂഹം ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന സമൂഹ മാധ്യമമായി ടിക്ടോക്ക് മാറിയിട്ടുണ്ട്. ഇത്തരം പ്രവണതകൾ ഒരു സമൂഹത്തിന് തന്നെ പ്രശ്നമായി മാറുമോ എന്ന ആശങ്കയും പലർക്കുമുണ്ട്. ഇതിനിടയിലാണ് 9 വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിയെ ഉൾപ്പെടെ സംശയനിഴലിലാക്കിയ പാകിസ്ഥാൻ സ്വദേശിയായ 2 വയസ്സുകാരൻ്റെ മരണം പുറത്തു വന്നത്. 1 മാസം മുൻപാണ് പാകിസ്ഥാൻ സ്വദേശി സജ്ജാദ് ഹുസൈൻ്റെ 2 വയസ്സുള്ള മകൻ മുഹമ്മദ് അൻഷമാൻ ഷാർജയിലെ ഫ്ളാറ്റിലെ സ്റ്റെയർ കേസ് ജനാലയിൽ നിന്ന് താഴെ വീണ് മരിച്ചത്. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം അയൽവാസികളായ 9 വയസ്സുള്ള 2 പെൺകുട്ടികളിലേക്ക് ഷാർജ പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചു. ഇവരിലൊരാൾ മലയാളിയാണ്. പിന്നാലെ ഇവരുടെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്തു. അപ്പാർട്ട്മെൻറ്റിലെ 3-ാം നിലയിൽ നിന്നാണ് കുട്ടി താഴേക്ക് വീഴുന്നത്. സംഭവ സമയത്ത് അൻഷുമാൻ്റെ അമ്മ റൂമിനുള്ളിലായിരുന്നു. കുട്ടിയെ ഈ സമയം പെൺകുട്ടികൾ കളിക്കാൻ വിളിച്ചുകൊണ്ടുപോയി. പിന്നാലെ കുട്ടി താഴേക്ക് വീണുവെന്നാണ് റിപ്പോർട്ടുകൾ. കുട്ടികളെ കളിക്കാൻ വിടുമ്പോൾ മാതാപിതാക്കൾ അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന് നിയമവിദഗ്ധർ പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അങ്ങ് ഇത്രയും ഈവൻ പലരും ബേബി സിറ്റിങ്ങിന് കുട്ടികളെ വിടാതെ കൊച്ചു ചോറെടുത്ത് കഴിക്കാനായി, ഇനിയിപ്പോൾ ബേബി സിറ്റിങ് വേണ്ട, അത്രയും പൈസ ലാഭിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരും കൊണ്ടുവരണ്ട, ഇതൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ആ പിള്ളേർ കളിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നാളെ എന്തെങ്കിലും ഒരു അപകടത്തിൽ പിള്ളേർ അതേ എന്താ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമറ മൊബൈൽ കയ്യിലുള്ള മൊബൈലിൽ അവർക്ക് എന്തും കാണാം, എന്തും വേണമെന്ന് പറയാം, എന്ത് വേണം ചെക്ക് ചെയ്താൽ ആൻസർ തരുന്ന മൊബൈലിൽ ഫെസിലിറ്റീസാണ് ഉള്ളത്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ ഓരോരുത്തരും ഈവൻ 2 മണിക്കൂർ വരെ ഒരു കുട്ടിക്കൊരു അപകടം സംഭവിക്കുക, ഒരു വൊമിറ്റിംഗ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ 2 മണിക്കൂർ വരെ ആ കുട്ടി ആരെ കയ്യിലുണ്ടായിരുന്നോ അവരുടെ 100% ആൻസറബിളാണ് അവർ. സംഭവശേഷം ഇക്കാര്യം കുട്ടികൾ ആരോടും പറഞ്ഞിരുന്നില്ല. കുട്ടികളുടെ മൊബൈൽ ഉപയോഗം ഇത്തരം കാര്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എല്ലാ പേരൻസും എനിക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് UAE-ൽ കുട്ടികളെ കളിപ്പിക്കുമ്പോൾ അവരെന്താ കാണുന്നത് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഫോണിൽ കൊടുക്കാതെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കരാട്ടയോ അല്ലെങ്കിൽ ക്രിക്കറ്റോ ഇങ്ങനെ രീതിയിലേക്ക് കുട്ടികളെ വിടുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നല്ലത്. ഇതേപോലത്തെ അപകടങ്ങൾ ഒത്തിരി ഉണ്ടാവാറുണ്ട്. ഒത്തിരി ഈ രീതിക്ക് മരണം എന്നുള്ള നിലയ്ക്ക് പോകുന്നത് കുറവാണ്. അല്ലാതെ ഇങ്ങനത്തെ വളരെ നമ്മൾ പോസിറ്റീവ് പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും കുട്ടികൾ അതിൻ്റെ രീതിയിലല്ല എടുക്കുന്നത്. പൗരബോധത്തോടെ മക്കളെ വളർത്തുക എന്നാണ്. കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. 9 വയസ്സുള്ള 2 കുട്ടികൾ സംശയനിഴലിലാകുന്നത് വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കുട്ടികളുടെ സുരക്ഷ, അവരുടെ മൊബൈൽ ഉപയോഗം, ഓരോ കാര്യങ്ങളോടുമുള്ള സമീപനം, ചിന്ത എന്നിവയൊക്കെ കാര്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ അനിവാര്യത 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. വൃക്കരോഗികൾക്ക് കനിവേകി ഷാർജ CSI പാരിഷ് അൽമായ. കനിവ് 2026 എന്ന പേരിൽ നടത്തിയ പരിപാടി വൻ വിജയമായിരുന്നു. ആ പരിപാടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക്. ഗുരുതരമായ വൃക്കരോഗങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ആതുരർക്ക് പ്രത്യാശയേകുക എന്ന ലക്ഷ്യത്തോടെയാണ്
ഷാർജ CSI പാരിഷ് അൽമായ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ കനിവ് 2026 സംഘടിപ്പിച്ചത്. മെയ് 29 ഷാർജ CSI പാരിഷിൽ വെച്ച് നടന്ന ഈ ജീവകാരുണ്യ സംഗമത്തിൽ 1000-ഓളം പേരാണ് പങ്കാളികളായത്. സംഘാടന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും പരിപാടി ഏറെ ശ്രദ്ധേയമായി. മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുബായ് ഹെൽത്തിലെ പ്രശസ്ത നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ധന്യ മോഹൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. വൃക്കരോഗങ്ങളുടെ പ്രതിരോധം, ആധുനിക ചികിത്സാ രീതികൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചത് പങ്കെടുത്തവർക്കേവർക്കും ഏറെ പ്രയോജനകരമായി. പ്രമുഖ സാമൂഹിക മാധ്യമ പ്രവർത്തകരും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഇടവക വികാരി റവറന്റ് ജേക്കബ് ജോർജ്, അൽമായ ഫെലോഷിപ്പ് വൈസ് പ്രസിഡന്റ് ബിജു തോമസ് ഓവനാലിൻ, സെക്രട്ടറി അജീഷ് പി ചെറിയാൻ, ട്രഷറർ ലിജോ മാത്യു, കനിവ് 2026 കൺവീനർമാരായ എബി ജേക്കബ് താഴികയിൽ, ജോസഫ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പ്രോഗ്രാം കമ്മിറ്റിയാണ് ഈ പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കനിവ് 2026 പ്രോഗ്രാം ഏറെ അനുഗ്രഹമായി സന്തോഷമായി ദൈവകൃപയായി തീർന്നതിനുള്ള ചാരിതാർത്ഥ്യത്തിലാണ് ഞങ്ങൾ സംഘാടകർ എല്ലാവരും. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയമായിരുന്നു എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. UAE പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വന്നു എന്നത് ഈ പ്രോഗ്രാം ലഭിച്ച വലിയൊരു അപ്രീസിയേഷനാണ്. CSI ഷാർജ പാരിഷിന്റെ അൽമായ ഫെലോഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സഹായത്തിനായിട്ട്, കരുതലിനായിട്ട് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു സംഘടനയാണ്. ഈ അൽമായ ഫെലോഷിപ്പിന്റെ തുടർച്ചയായുള്ള വർഷങ്ങളിലെ പ്രവർത്തനമായിട്ടാണ് കനിവിനെ കാണാനായിട്ട് കഴിയുന്നത്. കനിവ് എന്ന വാക്ക് 100% അർത്ഥവത്താകുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടന്നത്. വൃക്കരോഗികൾ അല്ലെങ്കിൽ വൃക്കരോഗത്തെ പറ്റിയുള്ള അവയർനെസ്, ഇത് ഒരുപോലെ ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഫ്രെയിം ചെയ്തത്. UAE പ്രമുഖ ക്രിസ്തീയ ഗായക സംഘമായ ജോയ്ഫുൾ സിംഗേഴ്സ് UAE, YMCA കൊയർ ബഹ്റൈൻ എന്നിവർ സംയുക്തമായി അണിയിച്ചൊരുക്കിയ വൈവിധ്യമാർന്ന സംഗീത വിരുന്ന് കനിവ് 2026 മാറ്റുകൂട്ടി. അഞ്ച് വ്യത്യസ്ത ഭാഷകളിലായി ഇരു സംഘങ്ങളിൽ നിന്നുമായി 250ഓളം ഗായകർ ഒരേ വേദിയിൽ അണിനിരന്നത് സംഗീതാസ്വാദകർക്കും തികച്ചും നവ്യവും ഭക്തിസാന്ദ്രവുമായ ഒരു അനുഭവമാണ് സമ്മാനിച്ചത്.
വർഷാവർഷം നടത്തിവരുന്ന കാരുണ്യസന്ധ്യ ഇത്തവണയും ഗംഭീരമായി. ഒത്തൊരുമിച്ച UAEയിൽ വലിയ പ്രവർത്തനങ്ങളുമായി ഇവർ മുന്നോട്ടു പോവുകയാണ്. അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.